ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 27 ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം ലാഗായി പോയിട്ടോ. എനിക്ക് കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ പറയാനോ കമൻറ്റ് റിപ്ലൈ തരാനോ ഒന്നും ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാതിരുന്നത്. പിന്നെ ചെറിയൊരു ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇപ്രാവശ്യത്തെ ചലഞ്ച് നമ്മൾ ലാഗ് വരില്ല എന്ന് വിചാരിച്ചു. ലാസ്റ്റ് വരെ നമ്മൾ ഒരു ഇതും ഇല്ലാണ്ട് കറക്റ്റായിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവസാനമായപ്പോൾ എനിക്ക് രക്ഷയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കിനി അടുത്ത വീഡിയോ എനിക്ക് ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നോക്കട്ടെ കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ നമുക്കിനി 2 വീഡിയോ ഉള്ളൂ. 27 കഴിഞ്ഞ പിന്നെ 29 അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഹെയർ കെയർ റുട്ടീൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാം. പിന്നെ എനിക്കറിയാം എൻ്റെ ഒപ്പം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ ചലഞ്ച് ബ്രേക്ക് ആയിട്ട്. അപ്പോൾ പറ്റുന്നത് പോലെ ചെയ്താൽ മതി കേട്ടോ. എല്ലാം ഇന്ന ദിവസം ഇന്നതുപോലെ ചെയ്യണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്താൽ മതി. പിന്നെ കമൻസുകൾ ഒരുപാട് പെൻഡിങ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്നത് എന്താ അജി വീഡിയോ ഇടാത്തത്, എന്താണ് കമൻറ്റ് റിപ്ലൈ തരാത്തത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു കുറച്ച് തിരക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാവരുടെ കമൻറ്റിനും ഞാൻ റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഇന്ന് ഡേ 27 ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ജെല്ല് ചെയ്യാം കേട്ടോ. ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു ജെല്ലാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ജെല്ല് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ജെല്ല് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഫ്ലാക്സ് സീഡ് ജെല്ലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്ലാക്സ് സീഡ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ യൂസിനൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3 സ്പൂൺ അളവിൽ ഫ്ലാക്സ് സീഡ് മതി കേട്ടോ. അപ്പോൾ ഫ്ലാക്സ് സീഡ് കുറേ പേര് ചോദിച്ചിരുന്നു ഇതെന്താ സാധനം എന്നൊക്കെ ചോദിച്ചിരുന്നു. നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. ചണവിത്താണ്. പിന്നെ ഇതിന് ഒരുപാട് വിലയുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് വിലയൊന്നുമില്ല. നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഞാനിതാ ഒരു 3 സ്പൂൺ അളവിൽ ചണവിത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 1.5 ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കൂടുതലായിട്ട് തയ്യാറാക്കി എടുത്ത് വെക്കാനാണെങ്കിൽ അതിനനുസരിച്ച് ഫ്ലാക്സ് സീഡും കൂടുതലായിട്ട് എടുക്കണം, വെള്ളവും കൂടുതലായിട്ട് എടുക്കണം. ഇത് ഞാനിപ്പോൾ ഒറ്റ യൂസിനുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊരു ജെല്ല് ഫോമിലാവുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരമൊക്കെ തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ ജെല്ല് ഫോമിൽ വന്നിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ വരും കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് ഇങ്ങനെ തിളപ്പിക്കാതെ നമുക്ക് എന്താ പറയുക തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം ജെല്ലെടുക്കാം. അങ്ങനെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് നമുക്ക് തയ്യാറാക്കി വേണമെങ്കിൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് പുറത്ത് വെച്ച് സൂക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരാഴ്ചയോ 2 ആഴ്ച വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ജെല്ല് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ല് തേക്കുന്നതിന് മുമ്പ് ഞാൻ മുടിയിൽ ഓയിൽ തേക്കുന്നില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം മുടിയിൽ ഓയിൽ ഇട്ടിട്ട് കഴുകിയായിരുന്നു. അത്യാവശ്യം ഒരു ഓയിലി ഫീൽ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ തേച്ചിട്ട് ജെല്ല് തേക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരു പരിധി കൂടുതൽ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ഓയിലി ഫീൽ ആണെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ പാക്കും തേക്കുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മുടിയിലും തേച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മൾ മുടിയിലൊക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി സ്ട്രെയിറ്റ് ആവാനായിട്ട് നന്നായിട്ട് സഹായിക്കും. ഇങ്ങനെ ചുരുണ്ട് കയറുന്ന പ്രശ്നമൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കും. പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇപ്പോൾ കമൻറ്റിൽ ഞാൻ കുറേ കാണുന്നുണ്ട്, ഫ്ലാക്സ് സീഡ് ജെല്ല് ഇങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിക്കട്ടെ, അതാണോ നല്ലത്, അല്ല നമ്മൾ തന്നെ തയ്യാറാക്കുന്നതാണോ നല്ലതെന്നുള്ളത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നമ്മൾ സ്വന്തമായിട്ട് തയ്യാറാക്കുന്നത് തന്നെയാണ് നല്ലതെന്നേ പറയുള്ളൂ കേട്ടോ. ഇപ്പോൾ അറിയാലോ, നമ്മളിപ്പോൾ ഫ്ലാക്സ് സീഡ് ജെല്ലാണ് എവിടെ നോക്കിയാലും ഇപ്പോൾ യൂട്യൂബിലൊക്കെ പരസ്യം കാണുന്നത് ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെയാണ്. അപ്പം ഏറ്റവും ഫ്രഷ് ആയിട്ട് കെമിക്കലൊന്നും ഇല്ലാണ്ട് നമ്മൾ തന്നെ തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്ലാക്സ് സീഡ് ജെല്ലിനൊന്നും ഒരുപാട് വിലയൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ വാങ്ങിച്ചു വെച്ചാൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. അപ്പോൾ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചണവിത്താണ് കേട്ടോ. ചണവിത്ത് എന്ന് പറഞ്ഞാലും ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടും. നല്ലതാണ്, നമുക്ക് മുടി വളരാനും നല്ലതാണ്, മുടിയുടെ ടെക്സ്ചർ മാറ്റാനും നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ കയ്യിൽ ഫ്ലാക്സ് സീഡ് ജെല്ല് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഉലുവ ജെല്ല് ചെയ്യാം കേട്ടോ. ഉലുവ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് കൈ കൊണ്ട് ഞെരടി പിഴിഞ്ഞെടുത്ത് ഒന്ന് അരിച്ചെടുത്താൽ മതി. അത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ലാണെങ്കിൽ ചെയ്താൽ മതി. അപ്പം നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് മുടിയിൽ തേച്ച് കൊടുക്കാം.
ഞാനിതാ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കെട്ടി വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ഫ്ലാക്സീഡ് ജെല്ല് തേച്ചിട്ട് മുടി അങ്ങനെ തന്നെ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. കെട്ടി വെക്കുന്നൊരു കുഴപ്പമില്ല. നമ്മൾ കെട്ടി വെച്ചാൽ ചെറിയൊരു വളവുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്ട്രെയിറ്റ് ആക്കാൻ നന്നായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ തേച്ച് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് നമുക്ക് കഴുകാം കേട്ടോ. ഞാൻ കഴുകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. ഫ്ലാക്സീഡ് ജെല്ല് നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ വടി പോലെ നിൽക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആവാൻ വെക്കേണ്ട. ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 27ാമത്തെ ദിവസം നമ്മൾ ഈ ഒരു ജെല്ലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലാക്സീഡ് ജെൽ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തയ്യാറാക്കി എടുത്ത് വെക്കണേ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ 28ാമത്തെ ദിവസം നമ്മൾ മുടിയിൽ ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല. മുടിയെ ഫ്രീ ആയിട്ട് വിടുന്ന ദിവസമാണ്. ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. മുടിയിൽ പാക്കുകളും കാര്യങ്ങളും ഒന്നും ചെയ്യേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മോർണിംഗ് ഹെയർ കെയർ നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.